me Rahul. Welcome to Rich Chart Talks. Hi, നമുക്ക് നേരെ 15th May നിഫ്റ്റിയുടെ അനാലിസിസോട്ട് പോവാം. ഓക്കെ, നിഫ്റ്റി ഇന്നൊരു സൈഡ് വേസിലായിരുന്നു അല്ലേ. നമ്മുടെ ചാർട്ട് ഫുൾ നേക്കഡ് ആണ്. ഇന്നത് ഇൻഡിക്കേറ്റേഴ്സും ഒന്നുമില്ല. ഓക്കെ, നമുക്ക് നേരെ നിഫ്റ്റിയുടെ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നോക്കാം. നമ്മൾ നോക്കുന്ന പോലെ തന്നെ ജസ്റ്റ് മന്ത്ലി ചാർട്ടും ജസ്റ്റ് നമുക്ക് നോക്കാം. മന്ത്ലി ചാർട്ടിൽ നിഫ്റ്റി നമ്മുടെ മന്ത്ലി ക്യാൻഡിലെ മുകളിലാണ് ഇപ്പോഴും ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്റ്റിൽ ഇൻ ബുള്ളിഷ് സിനാരിയോ അല്ലെ. മന്ത്ലി നോക്കുമ്പോൾ മന്ത്ലിയുടെ മുകളിലാണ് ചാർട്ട് നമ്മുടെ ക്യാൻഡിൽ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം നമ്മുടെ ഇപ്പൊ പകുതി മന്തായി, ഓൾമോസ്റ്റ് പകുതിയായി മന്ത്. അപ്പം ഇപ്പോൾ നിഫ്റ്റി മുകളിൽ തന്നെയാണ് ക്ലോസിങ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്റ്റിൽ വി ആർ ഇൻ ബുള്ളിഷ് ഇൻ മന്ത്ലി വ്യൂ. ഓക്കെ, നമുക്ക് വീക്കിലി നോക്കാം. വീക്കിലി ഓക്കെ, സ്റ്റിൽ നമ്മൾ ലാസ്റ്റ് വീക്കിന്റെ മുകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്ലെ. അപ്പം വീക്കിലിയും നമ്മൾ എന്താണ് ഒരു ബുള്ളിഷ് വ്യൂ ആണുള്ളത്. സോ വീക്കിലിയും നമ്മൾ ബുള്ളിഷ് വ്യൂ ആണ്. ഡേയിലോട്ട് പോവാം. ഡേയിലോട്ട് പോകുമ്പം ലാസ്റ്റ് ഡേ ഒരു സൈഡ് വേസ് ആയിരുന്നു. ലാസ്റ്റ് പ്രീവിയസ് ഡേ ആണ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, സൈഡ് വേസിൽ പോയി. അപ്പൊ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതാണ് നമ്മുടെ ഫെബ്രുവരി ഹൈ. ഓക്കെ, ഇതാണ് നമ്മുടെ ജനുവരി ഹൈ. ഫെബ്രുവരി ഹൈയും മാർച്ച് ഹൈയും സെയിം ആട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസംബർ ഹൈ. ഓക്കെ ഓക്കെ, ഇതിപ്പോ നമ്മുടെ മുന്നിൽ 3 ഇമ്പോർട്ടൻസ് ആയിട്ട് ലെവൽസ് കിട്ടി. അതായത് ഡിസംബർ ഹൈ, ജനുവരി ഹൈ, മാർച്ച് ഹൈ. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ 3 ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഡിസംബർ ഹൈയുടെയും ജനുവരി ഹൈയുടെയും ഇടയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് നാളത്തെ, അതായത് നാളത്തെ ട്രേഡിന് വേണ്ടി ഇന്നത്തെ ലോയും കൂടെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലോയും കിട്ടി, ഇന്നത്തെ ഹൈയും കിട്ടി. ഓക്കെ, നമുക്ക് നേരെ 50 മിനിറ്റ്സിലോട്ട് വരാം. ഓക്കെ ഓക്കെ, 50 മിനിറ്റ്സിലോട്ട് വരുമ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? യെസ്, നമുക്ക് ഇവിടെ ഒരു ആംഗുലാർ സപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ഇവിടെ ആംഗുലാർ സപ്പോർട്ട് ഉണ്ട് ഇവിടെ. ഓക്കെ, ആംഗുലാർ സപ്പോർട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടും ഉണ്ട്. ഓക്കെ, ആംഗുലാർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 1 2 3 ടച്ച് ഉണ്ട്. ആംഗുലാർ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴോട്ടൊരു ട്രേഡ് വരണമെങ്കിൽ നമുക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യണം. ഈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ടുള്ള ട്രേഡ് ഉണ്ടാവുള്ളൂ. സ്റ്റിൽ നമുക്ക് മോട്ടോൺ ട്രേഡ് ഉള്ളത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴോട്ടൊരു ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. ഒരു റിസ്ക് ട്രേഡ് നമുക്ക് ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് മാർക്കറ്റ് നാളെ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോളോട്ടുള്ള ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് 25,900 എന്നുള്ള ടാർഗറ്റ് മോളോട്ട് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ നാളത്തെ സിനാരിയോ. ഓക്കെ, നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പൊ നാളെ നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് നമുക്ക് ഒരു നോട്ട് ട്രേഡിംഗ് സോൺ സോൺ ആക്കാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നാളെ നമ്മൾ നോട്ട് ട്രേഡിംഗ് സോൺ ആണ് ഈ ഏരിയ നാളെ ട്രേഡ് ചെയ്യേണ്ട. അപ്പൊ നാളെ നിഫ്റ്റി ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു 50 പോയിന്റ്സിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതിന്റെ മുകളിൽ കയറി ട്രേഡ് ചെയ്യാം. ഇതിന്റെ മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അങ്ങനെ T1 ഇത് നോക്കാം. ഓക്കെ, സ്റ്റിൽ നിഫ്റ്റി ഒരു അപ്സൈഡ് മൂവ്മെന്റ് തരണമെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ ഈ ഒരു 24,900 ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോയാൽ മാത്രമേ ഫർദർ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നിഫ്റ്റിക്ക് ഒരു ബിഗ് ടാർഗറ്റും നിഫ്റ്റിക്ക് ഉണ്ടാവുള്ളൂ. അതുവരെ നിഫ്റ്റിക്ക് സ്റ്റിൽ നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ടാർഗറ്റ് എടുത്തിട്ട് ഒരു 1:1 ഇങ്ങനെ ഒരു ട്രേഡ് ഒക്കെ എടുത്ത് നമുക്ക് ഇവിടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് നിഫ്റ്റിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സപ്പോർട്ട് ലാസ്റ്റ് ലോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യാം. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ ക്ലിയർ വ്യൂ അല്ല. നിഫ്റ്റിയുടെ അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ വരച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം. ജസ്റ്റ് ബെൽ ബട്ടണും കൂടെ നടത്തി വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഡെയിലി ചെയ്യുന്ന വീഡിയോസ് കാണാൻ കഴിയും. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ ചാനലാണ്. ആൾക്കാർ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണുന്നവരും പ്ലീസ് ലൈക്ക് ചെയ്യണം, ജസ്റ്റ് കമന്റ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. നമ്മുടെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഫർദർ മൂവ് ഫോർവേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ലാസ്റ്റ് മന്തിന്റെ ഹൈഡ് അടുത്താണ് ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും സ്റ്റിൽ ഒരു എന്താ പറയാ, ഒരു ന്യൂട്രൽ വ്യൂവിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഒരു അപ് ട്രെൻഡിലോ അല്ല ഡൗൺ ട്രെൻഡിലോ അല്ല എന്നുള്ള ഇതിലാണ്. നമ്മൾ ജസ്റ്റ് ഡേ ഹൈ ഡേ ലോ എന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് 50 മിനിറ്റ്സിലോട്ട് വരാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി സൈഡ് വേസിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരച്ചു നോക്കാം ജസ്റ്റ്. പക്ഷെ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിന് നമുക്ക് ഫർദർ മൂവ്മെന്റ് ഇന്നത്തെ 14th ഇന്നത്തെ ഡേ ഹൈയിലും മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 55,500 എന്നൊരു ടാർഗറ്റ് നമുക്ക് മുകളിലോട്ട് കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റി അപ്പം ജസ്റ്റ് ഈ ബാങ്ക് നിഫ്റ്റി ഒരു ഏരിയയിലാണ് നിൽക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റിക്ക് ഇങ്ങനെ വലിയ ടാർഗറ്റ് ഒന്നുമില്ല. നിഫ്റ്റി ഇതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് കാണാൻ കഴിയും. അതുവരെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് വെച്ച് നാളെ ചാടി ട്രേഡ് എടുക്കരുത്, ലോസിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് നോക്കാം. നിഫ്റ്റിയിൽ നല്ല ട്രേഡ് ഉണ്ട്. അപ്പൊ നിഫ്റ്റി പ്രയോറിറ്റി വൈസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നവര്. എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.